കളിയിലെ മാച്ച് നമ്പർ 3 ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ആവുന്നത് കമന്ററി ബോക്സിൽ എന്നോടൊപ്പം ബാബു നമ്പു. നമുക്ക് ഞാൻ പക്ക് കോഡ് എടുത്ത് അപ്പൊ തന്നെ വന്നല്ലോടാ. വന്നില്ലേ? വന്നു. നീ എൻട്രി അടിക്കണോ? എന്താ ടെൻഷൻ അല്ലടാ, എനിക്ക് വയ്യാതായി. കുറച്ച് ബാക്ക് ടു ബാക്ക് ഇത്രയും ദിവസം ഇരുന്ന് ഇങ്ങനെ അലച്ചലച്ചേ വയ്യാതായി എനിക്ക് സത്യം പറഞ്ഞ. എടാ മാർക്കോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയടാ. ഈ കിടന്ന് അലക്കണത് അത്രയ്ക്ക് സുഖമുള്ള ഒരു കാര്യമല്ല, മനസ്സിലായോ? അതിന്റെ കൂടെ ഉറക്കം ഒട്ടും ശരിയല്ല. ഇത് കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കിന് വെളുപ്പിനെ ആവണം. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ സ്റ്റേഡിയിലെ പ്ലേയേഴ്സ് ഒക്കെ ചാടുന്നുണ്ട്. ഈ ഒരു വട്ടം ഇനിഷ്യൽ ഫൈറ്റുള്ള ടീമിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വെബ്സൈറ്റ് ഇനിഷ്യൽ ഫൈറ്റ് അച്ചാർ അവിടെ നോക്കിടുന്നു. അച്ചാർ രണ്ടാമത്തെ നോക്കിടുന്നു. റാനിലെ സേവി അവിടെ നോക്കിടുന്നു. റാനിലെ അർക്കം ചെയ്യാൻ അവിടെ നോക്കിടുന്നു. Z30 കറക്റ്റ് സ്പേസിലേക്ക് Z30 ഇറങ്ങിയിട്ടുണ്ട്. Z30 3 ടീമുകൾ ഒരുമിച്ച് ഗൺസുമായിട്ട് വരുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ഗണ്ണുമായിട്ട് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. റാനിലെ പ്ലെയറിനെ നോക്കാനുള്ള അസീം അവിടെ നോക്കിടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അസീം ഫെക്സർ അവിടെ റാനിലെ ഒരു പ്ലെയറിനെ നോക്കിടുന്നു. ഫെക്സർ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. Z30 പ്ലേയേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. Z30 വേഴ്സസ് KB വേഴ്സസ് റാൻ. Z30 അസീം നിൽഗോട്ട് അവിടെ നോക്കിടുന്നു. ഒഡിസി അവിടെ നോക്കിടുന്നു. റാനിലെ പ്ലേയേഴ്സ് മേളിലുണ്ട്. Z30 സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രഷൻ. റാനിലെ ഒരു പ്ലെയർ ടോറസ് അവിടെ നോക്കിടാൻ സാധ്യതയുണ്ട്. ടോറസ് അടുത്തൊരു നോക്കിടുന്നു. Z30 സൈഡിൽ നിന്ന് ഒരു അഗ്രസീവ് അപ്രോച്ച് ഫ്രം Z30. എത്ര കില്ലാണ് അവിടെ സെക്യൂർ ചെയ്തെന്ന് പറയാൻ Z30 അവിടെ കില്ലിന്റെ പെരുമഴ എടുത്തിരിക്കുന്നു. Z30 അവിടെ ഫുള്ളി അഡ്വാൻറ്റേജ് ആയി. കാരണം ബ്രാനും പിന്നെ അതുപോലെ തന്നെ KTD ആയിരുന്നില്ലേ, ഫൈറ്റ് എടുത്തോണ്ട് Z30 ഒരു തേർഡ് പാർട്ടി ഈസി ആയിട്ട് കയറാൻ പറ്റും. മാത്രമല്ല ആ ഫൈറ്റ് എടുക്കുന്ന ടൈം കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഗണ്ണ് ലൂട്ട് ചെയ്യാൻ ടൈമും കിട്ടി. അസീം അവിടെ താഴെ വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം. Z30 റാനിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അർക്കം ചെയ്യാൻ ഡെക്കാരിയോ അവിടെ നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഡെക്കാരിയോ നോക്കായിട്ടില്ല. ഇവിടുന്ന് പുറകിൽ നിന്ന് ടോറസും ഡെവിനും അവിടെ കയറുന്നുണ്ട്. നല്ല പണി പാണലാണ് അക്രം. ടോറസ് അവിടെ അടുത്തൊരു നോക്കിടുന്നു. ടോഷി മാത്രം ബാക്കി. റാനിൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലെയർ എന്തോ മാത്രമേ ബാക്കിയുള്ളൂ. Z30 നോക്കുകയാണെങ്കിൽ 8 കില്ല്, 8 അത് അപ്ഡേറ്റ് ആയിട്ടില്ല. എങ്ങനെ ആയാലും 10 കില്ലോളം Z30 അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 10 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു Z30. അതും കളി തുടങ്ങി വെറും 3 മിനിറ്റില്. KB വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രം, 3 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. മാപ്പ് നോക്കുകയാണെങ്കിൽ KB 3 പ്ലേയേഴ്സും അതുപോലെ തന്നെ റാനിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. റാനിൽ 2 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ആൻഡ് ഇവിടേക്ക് TV ആണോ ഇല്ല ഈസി ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കറന്റ് നോക്കിയ TVയുടെ തൊട്ടടുത്തായിട്ട് VNV ഉണ്ട്. TVA സെന്റർ ഓഫ് ദ സോൺ നിയർ ടു സോണായിട്ട് നിൽക്കുന്നു. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ CID ഇവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ 4TG ഇവിടെ നിൽക്കുന്നു. ആദ്യം തന്നെ നമുക്ക് 2 ടീമുകൾ ഇവിടെ എലിമിനേറ്റ് ആവുന്ന വക്കിലെത്തിയിട്ടുണ്ട്. 8 ടീമും 65 പ്ലേയേഴ്സുമാണ് കറന്റ് എലൈവായിട്ടുള്ളത്. Z30 ഒരു 100 വേണ്ടി പോകാനാണ്. കിൽ കൗണ്ട് അപ്ഡേറ്റ് ആയി നോക്കിയാൽ Z30 വിത്ത് 10 ഫ്രാഗ്, റാൻ വിത്ത് 3, KB വിത്ത് 2 ആണ് കറന്റ് ലോബിയിലെ ഫ്രാഗുകൾ എന്ന് പറയുന്നത്. Z30 ഒട്ടും ബാക്ക് ഓഫ് ചെയ്യുന്നില്ല. Z30യുടെ ഭാഗത്തുനിന്ന് റാൻ മറ്റേ KB ബാക്കിയുള്ള പ്ലേയേഴ്സിനെ അടിക്കാൻ തന്നെയാണ് Z30യുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്ലാൻ. അതെ, ഒരു W കീ അപ്രോച്ച് ആണ് Z30യുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സോൺ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സോൺ നോക്കുവാണെങ്കിൽ ആർക്കും എല്ലാവരും സോൺ ടിപ്പിലൊക്കെ തന്നെയാണ്. ആർക്കും അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു സോൺ. TV ഇവിടെ സോൺ ടിപ്പിൽ നിന്ന് സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നോക്കുവാണെങ്കിൽ 4TG സോണിനകത്താണ്. അതുപോലെ CIDയും സോൺ ടിപ്പിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സോൺ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. Z30 മരമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ മരങ്ങളൊന്നും തന്നെ ഇല്ല. അവർ ഫുള്ളായിട്ട് ബാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ ടൈമിലത്തേക്ക്. 4TGയുടെ ഒരു റൊട്ടേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4TG സോണിൽ തന്നെയാണ് അവർ ആക്ച്വലി ഉള്ളത്. അവർ 4TG ഓടി കയറുന്ന സ്ഥലത്ത് വേറെ ആരും തന്നെയില്ല. 4TGക്ക് ഫൈറ്റ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഇനിയിപ്പോൾ കറൻ്റ്ലി ഫൈറ്റ് വരാൻ സാധ്യത ഉള്ളത് KBZന് വേണമെങ്കിൽ നമ്മുടെ Z30ക്ക് അടിക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം അവർ അടുത്തടുത്താണ്. ബട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യത ഇല്ല. പക്ഷേ KBZ ഓടി ചെന്ന് കയറാൻ പോകുന്നത് അടുത്തത് ECയുടെ അടുത്തേക്കാണ്.
എങ്ങനെ പോയാലും Z30 ഇതേ പെർഫോമൻസ് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ കളി ഈസി എടുത്ത ആ പോയിന്റിനെയും കാട്ടി കൂടുതൽ സ്കോർ ചെയ്ത് അവർക്ക് മേലെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇനിയും ഫൈറ്റുകൾ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. Z30 സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടിയാണ്. അവർ വെറുതെ സോണോട്ട് പോയി ഹണ്ട് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. ആൻഡ് ടി വിയെ നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് ടി വിയെ വരുന്നുണ്ട്. ടി വിയെ റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആൻഡ് നമുക്ക് സോൺ ടൈം നോക്കി വെക്കാം. 2 മിനിറ്റും 6 സെക്കൻഡും ഉണ്ട് ഈ ഒരു സോൺ ഹോൾഡ്. ഇവിടെ എനിക്ക് ലോഡായിട്ടില്ലല്ലോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ പക്കു? എനിക്കൊന്ന് സ്പെക്ക് പോയതായിരിക്കും. സ്പെക്ക് ഇട്ട് നോക്കിയാന്നോടാ. ഓ സ്പെക്ക് പോയല്ലേ. ആ F12 ഞാൻ ആരെയാ സ്പെക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം എനിക്ക് ആ മെനു വരുന്നില്ല. ഇപ്പൊ നിൽഗോട്ടിനാണോ കാണുന്നത്? നോക്കുവാണെങ്കിൽ പക്കുണ്ട് അവിടെ. സ്പെക്കിന് ചെറിയൊരു ഇത് പറ്റിയതാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. Z30 സോ കറന്റ് Z30 അടുത്ത് ഒരു പ്ലെയർ ഉള്ളത്. റാനിൽ ഒരു പ്ലെയർ ഉണ്ട്. റാൻ ഫ്രണ്ടിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ടി വിയുടെ അടുത്തേക്കാണ് Z30 വരുന്നതെന്ന് തോന്നുന്നു. Z30 വേഴ്സസ് ടി വിയെ നടക്കാനുള്ള ചാൻസ്. ടി വി വേഴ്സസ് Z30 നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ടി വിയുടെ അടുത്തേക്കാണോ Z30 വരുന്നത്? ആരെയും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. Z30 ടി വിയുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നു വരുന്നത്. എൻ്റയർലി ടി വി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി റാൻ വേഴ്സസ് KBZ നടക്കുന്നു. ബോബ് സ്റ്റാർ ഇവിടെ എത്തിയിരിക്കുന്നു. ബോബ് സ്റ്റാർ സുഖല്ലേ? കേബിൾ മേടിച്ചോ? എതർനെറ്റിന്റെ കമ്പനിയിലാണല്ലേ? എതർനെറ്റിന്റെ കേബിൾ ലൈവ് ഒന്ന് ഓഫായി പോയിരുന്നു. അവിടെ ടിവി കഴിഞ്ഞിട്ട് കുത്താ. റിസ്ക് എടുക്കണ്ട. ടി.വി. Z30 അടുത്തടുത്തെത്തി. സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണിക്കാവോ? സോ ടി.വി. Z30 ഇല്ല. Z30 മേലോട്ട് വന്നില്ല. അവിടുന്ന് അവര് സോണിലേക്ക് പോയി. ടി.വി. സ്പോട്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. Z30 ടി.വി. വേഴ്സസ് Z30 നടക്കാനുള്ള ചാൻസ്. ഫ്രണ്ടിലെ മലയിലായിരുന്നു. അതെ ഇവിടെ കണ്ടു തോന്നുന്നു. റോഡിന്റെ അപ്പുറം ഇപ്പുറം ആയിട്ടാ കണ്ടെന്ന് തോന്നുന്നു. ടിവിയും കണ്ടു. Z30 കണ്ടെന്ന് തോന്നുന്നു. ടി.വി. വേഴ്സസ് Z30 ഒരു ഇനിഷ്യൽ ഫൈറ്റ് നടക്കുമെന്ന് നോക്കാം. ടി.വിയെ കണ്ടിരിക്കുന്നു. Z30 കണ്ടിരിക്കുന്നു. ടി.വിയെ നല്ല ഓപ്പണിലാണ്. ടി.വി. വേഴ്സസ് Z30 നടക്കാനുള്ള ചാൻസ്. സാവേജിന് നല്ല ടാഗ് കിട്ടുന്നു. ടി.വി. വേഴ്സസ് Z30 കുറച്ച് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുന്നു. ബാക്ക് ഓഫ് ആവുന്നു. Z30 അവിടെ നിന്ന് തിരിച്ചു പോവാണ്. റിട്രീറ്റ് ചെയ്ത് പോകുന്നു. Z30 ആ ഒരു ഫൈറ്റ് ചെയ്യുന്നു. ടി.വിയും ആ ഫൈറ്റ് ചെയ്യുന്നു. അവർ രണ്ടുപേരും സോണിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സോൺ ഇൻസൈഡ് ആണ് ഓൾറെഡി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു മിനിറ്റിൽ ഈ ഒരു സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. ഈ ഒരു സോണിൽ ടി.വിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. 8 ടീമുകളും 64 പ്ലേയേഴ്സുമാണ് കറന്റ് നമുക്ക് എലൈവായിട്ടുള്ളത്. 8 ഔട്ട് ഓഫ് 8 ടീംസും എലൈവാണ്. അതിൽ KBZലും അതുപോലെ തന്നെ അത് നോക്കുകയാണെങ്കിൽ KBZലും റാനുമാണ് കറന്റ് പ്ലേയേഴ്സ് ഉള്ളത്. റാനിന് ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി നോക്കുള്ളൂ. KBZലാണെങ്കിൽ KBZല് 3 പ്ലേയേഴ്സ് ആണ് KBZന് വേണ്ടി കളിക്കുന്നത്. KBZന്റെ അടുത്തേക്കാണോ Z30 വരുന്നത്? അതെ, സോണിൽ അവിടെ സ്മോക്ക്ഡ് ബാബ്സ് നോക്കാവുന്നു. അതെന്തോ ബഗ്ഗായിരിക്കും. അത് എന്തായാലും റിവൈവ് ആവും. നോക്കാം. എനിക്കൊന്ന് അടുത്തതായിട്ട് RBZ വേഴ്സസ് Z30 നടക്കാനുള്ള സാധ്യത ഉണ്ട്. അവര് അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അതെ ഉണ്ട്. മലക്കപ്പാറ ആളെത്തിയിട്ടുണ്ട്. 8 ഔട്ട് ഓഫ് 8 ടീംസ് 64 പ്ലേയേഴ്സ് എലൈവായിട്ട് നിൽപ്പുണ്ട്. ഇതെന്താ അതൊന്ന് Z30 സ്പെക്കാവോ? Z30 അടുത്ത ആളുണ്ട്. അതെ ഇവിടെ മരമായി ഉണ്ട്. KBZ മരമായി ഉണ്ട്. പക്ഷേ സോൺ ഔട്ട് ആണ്. അവർ ഒരു മലയിലോട്ട് പോകുന്നില്ല. അവർ സോണിനകത്തോട്ട് പോവാണ്. നമുക്ക് നോക്കാം. Z30 സോണിനകത്തോട്ട് പോയി അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോൺ നോക്കുവാണ്. സോൺ ടിപ്പിൽ വീണ്ടും ടി.വിയാണ്. ടി.വിയുടെ തൊട്ടടുത്ത് VNV ഉണ്ട്. ടി.വിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ടി.വി വേഴ്സസ് VNVക്കാണോ അടുത്തൊരു ചാൻസ്? നമുക്ക് നോക്കാം.
ആൻഡ് 3 മിനിറ്റും 55 സെക്കൻഡും സോണിലേക്ക് കയറി നല്ലൊരു പൊസിഷൻ പിടിക്കാൻ എല്ലാ ടീമുകൾക്കും 3 മിനിറ്റും 55 സെക്കൻഡും ബാക്കിയുണ്ട്. TVA വേഴ്സസ് VNV നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? കണ്ടിട്ടില്ല. ഓപ്പോസിറ്റ് ആണ് ഒരു റോഡിന്. കണ്ടു, സ്പോട്ട് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. TVA വേഴ്സസ് VNV. TV ആരും തന്നെ സ്പോട്ട് ചെയ്തിട്ടില്ല. VNV കണ്ടിട്ടുണ്ട്. VNV കണ്ടിട്ടുണ്ട്. അതെ, VNV കണ്ടിട്ടുണ്ട്. VNV ബാക്ക് ഓഫ് ആവുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. VNV അവിടെ ബാക്ക് ഓഫ് ആവുകയാണ്. എല്ലാ ടീമുകളും പൊസിഷൻ അഡ്വാൻറ്റേജ് എടുത്തു തന്നെ കളിക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ കളി TVക്ക് 3 പ്ലേയേഴ്സ് ഇല്ലായിരുന്നല്ലേ? കഴിഞ്ഞ കളി ഇല്ലായിരുന്നോ? കത്തിപ്പോയോ? 3 പേരില്ല, 7 പേര് വെച്ച്. അടിച്ചു. 3 പേരും കത്തിപ്പോയി. 7 പേര് വെച്ച് കളിച്ച. ഓക്കെ 3 പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. ബാബു എന്താ സീരിയസ് ആയിട്ട് ബ്രോ? ഒരു സീരിയസ് ഗെയിം പ്ലേ നടക്കുമ്പോൾ സീരിയസ് ആയിട്ടാ കാണാണ്ടേ. എല്ലാത്തിനും കൊണയടിച്ചോണ്ടിരിക്കും, തമാശ ഇടാനോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല ഗൈസ്, കഴിഞ്ഞ കളിയില്ല, അത് എക്സ്ക്യൂസ് പറയുമല്ല. കഴിഞ്ഞ കളിയിൽ 3 പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. POV നമ്മൾ കണ്ടായിരുന്നു. 3 പ്ലേയേഴ്സ് ഇല്ലായിരുന്നു TVക്ക്. 3 പ്ലേയേഴ്സും കത്തിപ്പോയി. വില്ലുവിന്റെ കറണ്ട് പോയി, 2 പേര് കത്തിപ്പോയി. വേറെ ആർക്കും PL ഇല്ലായിരുന്നു. അവരുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്ല, വള്ളി ടീംസിന്റെ അല്ല, മെയിൻ ലൈനപ്പിന്റെ ഫസ്റ്റ് മാച്ച്. ഈ ലൈനപ്പിന്റെ ഫസ്റ്റ് മാച്ചിന്റെ കാര്യം പറഞ്ഞു. 7 പേരെ വെച്ചാണ് അവർ കളിച്ചത്. അതിൽ 3 പ്ലേയേഴ്സ് അവർ ആദ്യം തന്നെ പോയി. പിന്നുള്ള ആ ഒരു കുറച്ച് പേര്, ലാസ്റ്റിലുണ്ടായിരുന്ന 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. TVയുടെ അടുത്തുനിന്ന് മറ്റൊരു ഇപ്പൊ ചാറ്റ് നോക്കുമ്പോ നിങ്ങൾ അച്ഛനും മക്കളും നമ്മൾ ആരായിരുന്നു? സത്യമല്ലേ? നിന്നെയൊക്കെ തെറി വിളിച്ചോണ്ടിരുന്ന ഞാൻ ഒരു കുണ്ണയല്ല ഇപ്പൊ. അത് നീക്ക് ഇപ്പൊ ഇവിടെ സ്നേഹം പരക്കണം. അങ്ങനെ തന്നെ പോട്ടെ, സമാധാനത്തോടെ സ്നേഹത്തോടെ പോട്ടെ. എന്നാൽ ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയേ? ഇത് എങ്ങനെയാണ് പെട്ടെന്ന് സ്നേഹം? ഇവിടെ പോയപ്പോ കുറച്ച് ഉപദേശം കൊടുത്തായിരുന്നു പിള്ളേർക്ക്. അതാണോ? അത് അത്രക്കൊക്കെ ഉണ്ടായിരുന്നു ഉപദേശം? അങ്ങനെ ഉപദേശത്തിൽ നന്നാവുന്നവന്മാരൊന്നും അല്ലത്. ഉപദേശത്തിൽ നന്നാവുന്നവന്മാരൊന്നും അല്ലത്. നോക്കുകയാണെങ്കിൽ Z30 ഇവിടെ നല്ലൊരു പൊസിഷൻ ആയിട്ട് അഡ്വാൻറ്റേജ് എടുത്ത് Z30 നല്ലൊരു പൊസിഷൻ എടുത്തു നിൽക്കുന്നു. നമുക്ക് നോക്കാം എന്തായാലും. Z30 ഓൾറെഡി നല്ല രീതിയിൽ അവരുടെ ഒരു 10 കില്ലെടുത്ത് അവർ ഓൾറെഡി 10 പോയിന്റ് ഓൾറെഡി സെക്യൂർ ചെയ്തു. Z30 ഈസി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. Z30 അവിടെ അവിടെ Z30 സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് നോക്കാം. കറന്റ് നോക്കുകയാണെങ്കിൽ 10 കില്ലോട് കൂടി Z30 ആണ് ലോബിയിൽ ടോപ്പ് ഫ്രാഗ് ചെയ്ത് നിൽക്കുന്നത്. 10 കില്ല. തൊട്ട് താഴെ KBZ വിത്ത് 3 കിൽ ആൻഡ് റാൻ വിത്ത് 3 ആണ്. 4TG വിത്ത് 0, CID വിത്ത് 0, VNV വിത്ത് 0, EC വിത്ത് 0, TV വിത്ത് 0 ആണ് കറന്റ്. ആൻഡ് അടുത്തൊരു സോൺ നമുക്ക് 59 സെക്കൻഡിൽ സോൺ ഹോൾഡ് കഴിയുന്നതായിരിക്കും. അടുത്തൊരു സോൺ എങ്ങോട്ട് പോകുന്നു നമുക്ക് നോക്കാം. 59 സെക്കൻഡിൽ ഈ ഒരു സോൺ ഹോൾഡ് കഴിയും. ആൻഡ് സോൺ ക്ലോസിംഗ് ടൈം നമുക്ക് ചെക്ക് ചെയ്യാം. ഉടനെ ഒരു ഫൈറ്റ് നടക്കുമോ? TVയുടെ ഫ്രണ്ടിൽ കൂടെ റാനിൽ ഒരാൾ ഓടുന്നുണ്ട്. വോട്ട് ചെയ്തിട്ടുണ്ടാവും ചാൻസ് ഇല്ല. ഓപ്പണിലാണ്. ഓപ്പണല്ല, ഇവിടെ ബിൽഡിംഗ് ഉണ്ടല്ലേ. സ്പോട്ട് ചെയ്തല്ലേ? പുറകെ ഓടുക. അതെ പുറകെ ഓടുക. TV അവിടെ VNV ഹണ്ട് ചെയ്യാനുള്ള ഒരു പ്ലെയറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. റാനിലെ പ്ലെയറിനെ ഹണ്ട് ചെയ്യണം. അങ്ങനെ നോക്കുവാണെങ്കിൽ VNV കറക്റ്റ് ഒരു ക്ലീൻ റൊട്ടേഷൻ എടുത്ത് സെന്റർ ഓഫ് ദ സോണിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഫൈറ്റ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്തു. ഈ ബാക്ക് ഓഫ് ചെയ്യുന്നതൊന്നും ശരിക്കും പേടിച്ചിട്ടും അങ്ങനെയൊന്നും അല്ല. അതൊരു ടീം സ്ട്രാറ്റജിയാണ്. ശരിക്കും പറഞ്ഞാൽ പോയിന്റ് നല്ല പൊസിഷൻ എടുത്ത് ഫൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതാണ് ടീമുകൾ ഇവിടെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെമി ഫൈനൽ പോലത്തെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ അത് തന്നെയാണ് ടീംസ് ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് TV ആ ഒരു സിംഗിൾ പ്ലെയറിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം TVയുടെ മുമ്പിൽ സ്പോട്ട് ആയിട്ടുണ്ടോ എന്ന്. ആൻഡ് ഒരു 1 മിനിറ്റ് 32 സെക്കൻഡിലും സോൺ ക്ലോസിംഗ് ആയിരിക്കും. നെക്സ്റ്റ് സോൺ തീരുമാനിക്കും നമുക്ക് ഏതൊരു ടീമിന് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. TV ഇതുവരെ ആ ഒരു പ്ലെയറിനെ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. TVയും റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. റാനിലെ ആ ഒരു പ്ലെയർ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ആള് പ്ലെയിനായി മാറി. പ്ലെയിനകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ വീടിനകത്താണോ? ഇപ്പൊ പുറത്തിറങ്ങി ഓടുന്നു. ഓക്കെ വീടിനകത്താണ് TVയിലെ റാനിലെ അവസാനത്തെ ഒരു പ്ലെയർ ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. TV കണ്ടു. അത് TV കണ്ടോ?
സാവേജ് ഇല്ല, റാനിലെ ഒരു പ്ലെയർ ഇങ്ങോട്ട് ഓടി. ഇതേ അവനെയാണ് കണ്ടത്, മറ്റവനെ കണ്ടില്ല, വീട്ടിലുള്ളവനെ കണ്ടില്ല. ഇല്ല അത് ചത്ത ഇതാ ഈഗിൾ ബ്രോ, അത് ആ പ്ലെയർ വീട്ടിലാളില്ല ഒറ്റ പ്ലെയറേ ഉള്ളൂ. ആ റാനിലെ വീട്ടിനകത്ത് സ്പെക്കിയാണ്. ഓക്കെ സ്പെക്കിലുള്ള ആളാണല്ലേ. ഓക്കെ, അപ്പൊ ടി വിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കില്ലിന് വേണ്ടിയിട്ട് കുറെ നേരമായി ടി വിയെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ചെന്ന് കയറുന്നത് ആരുടെ അടുത്തോട്ടാണ്? CID യുടെ അടുത്തോട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടി വി വേഴ്സസ് CID നടക്കാനുള്ള ചാൻസും ഉണ്ട്. അവൻ നേരെ കൊണ്ടുപോകുന്നത് CID യുടെ അടുത്തോട്ടാണ്. വിളിച്ചു വരുത്തിക്കൊണ്ട് പോവാണ്. പുറകെ ചെല്ലുവാണ്. അവൻ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെക്കണം. ഇത് നമുക്ക് പിന്നീട് ഒരിക്കലും കാണാൻ പറ്റൂല. നമുക്ക് ഈ ഒരു ടൂർണമെന്റിനെ തുടക്കം കുറച്ച് with 18K watching with love and heart only in the chat. സോണിന്റെ എഡ്ജിൽ കൂടെ ആണ് ഓടുന്നത്. സോണിൽ കൂടെ അടുത്തൊരു സോൺ എത്തിയിട്ടുണ്ട്. അടുത്ത സോൺ നോക്കുവാണെങ്കിൽ സെന്റർ ഓഫ് ദ സോണില് PNV മാത്രം സോണിനകത്ത്. ബാക്കി നോക്കുവാണെങ്കിൽ ഇവിടെ Z30 സോണിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് TVയെ അവൻ ഒരു റൗണ്ട് ഫുൾ ഓടിച്ച് ഒരു സ്നൈപ്പ് അവസാനം റാൻ ടെററിനെ സ്നൈപ്പ് ഫിനിഷ് ഓഫ് ആക്കുന്നു. കാത്തിരിപ്പിന് വിരാമം, ഓടിയതിനെല്ലാം അർത്ഥം. CID ഓടിക്കറുന്ന 40G CID അവിടെ നിന്നും പോയി. CID അവിടെ നിന്ന് ഓടി 40Gയുടെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. അതെ, 40Gയുടെ ഫ്രണ്ടിലേക്കാണ് CID പോകുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അവൻ റാനിലെ അവസാനത്തെ പ്ലെയർ അവിടെ മുട്ടുമടക്കുന്നു. അങ്ങനെയാണെങ്കിൽ CID 40G നടക്കുമ്പോൾ TV ഒരു തേർഡ് പാർട്ടി എടുക്കാനുള്ള സാധ്യത അവിടെ ആദ്യത്തെ നോക്കിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഈസിയിൽ ഒരു പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ഒരു 9v9 ഈസി വേഴ്സസ് ഈസി നട്ടാമി അവിടെ. അടുത്തൊരു നോക്കൂടെ. ഈസിയിലെ ദീപനെ അവിടെ നോക്കൊക്കെ ഫിനിഷ് ആക്കുന്നു. ഡക്കാരിയോ Z30യുടെ സൈഡിൽ നിന്ന് ഡോമിനേഷൻ ഗെയിം പ്ലേ. നട്ടാമിക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നോക്കുക. നട്ടാമി അവിടെ ബഗ്ഗായി തിരിച്ചു വന്നെന്ന് തോന്നുന്നു. നട്ടാമി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റുന്നില്ല. ഓക്കെ, നട്ടാമിക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലാവണില്ല. ഈസി നട്ടാമി അല്ലടെ മേളിൽ കൂടെ ബുള്ളറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. 9 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് Z30 കളിക്കുന്നത്. പക്ഷെ നല്ലൊരു ഡോമിനേഷൻ ഫ്രം Z30. 12 കിൽ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. Z30 സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ടീമുകൾ മാത്രം ബാക്കി. അപ്പുറത്തെ ഇപ്പോ TVA വേഴ്സസ് CID വേഴ്സസ് TG നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ഈസി അവിടെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കയറി ഒരു നല്ല പൊസിഷൻ. ഈസി ബാബ അവിടെ ഒരു നല്ല പൊസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് Z30ക്ക് പണിയാവോ ഇല്ലെന്നുള്ളൊരു കാര്യം നോക്കാം. ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് Z30 വേഴ്സസ് ഈസി അല്ലാതെ നല്ല ടാഗ് കിട്ടുന്നു. ബാബ അവിടെ ഫെക്സറിനെ നോക്കാക്കുന്നു. സാവേജ് അവിടെ CID ലോക്കിയെ നോക്കാക്കുന്നു. ആ സെയിം സൈഡിൽ TV വേഴ്സസ് CID നടക്കുന്നുണ്ട്. 40G അവിടെ ഉണ്ട്. ക്വാർട്ടർ അവിടെ മൈറ്റിയെ നോക്കുന്നു. ഇത് ഓക്കെ, ഡെവിൻ അവിടെ ഈസി അലാനെ നോക്കുന്നു. Z30യുടെ കംബാക്ക് ആണോ? Z30 MGS അവിടെ ഒരു ഫിനിഷ്. Z30 ഡെവിൻ അവിടെ നോക്കെടുക്കുന്നു. ഫിനിഷ് ആവുന്നു. ഒഡിസി അവിടെ നോക്കെടുക്കുന്നു. നീൽ അവിടെ ഒരു കില്ലെടുക്കുന്നു. സ്നൈപ്പ് അവിടെ നോക്കെടുക്കുന്നു. ആൻഡ് ഇവിടെ Z30 ക്വാർട്ടർ അവിടെ നിൽഗോട്ടിനെ എടുക്കുന്നു. Z30 ഓഗസ്റ്റിൻ അവിടെ കാടസീമ എടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് കുറച്ച് പ്ലേ 2 ടീമിനും 3v3 ആണോ? അതെ, 3v3 ആണെന്ന് തോന്നുന്നു. 3v5 ആണ്. ഡെസ്ട്രോ അവിടെ നോക്കിയിരിക്കുന്നു. ആസിമിനെ നോക്കി. Z30ക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. Z30 Z30 അവിടെ അടിച്ച് വൈപ്പ് ഓഫ് ആക്കിയിരിക്കുന്നു. ആ TV അവിടെ നോക്കെടുക്കുന്നു. സ്റ്റീവർ നോക്കെടുക്കുന്നു. സ്നൈപ്പർ നോക്ക്. ആൻഡ് അവിടെ ഡോർക്കി നോക്കായി. സാവേജിന്റെ ഒരു നോക്ക്. നീലകണ്ഠന്റെ ഒരു നോക്ക്. നീലകണ്ഠൻ രണ്ടാമത്തെ നോക്ക്. നീലകണ്ഠന്റെ മൂന്നാമത്തെ നോക്ക്. നീലകണ്ഠന്റെ ലാസ്റ്റ് കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി വരുന്നു. PNV ആണെന്ന് തോന്നുന്നു കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി. ജുഗ്രു അവിടെ നോക്കാവുന്നു. TVക്ക് ജുഗ്രു അവിടെ നോക്കായി. ജുഗ്രുവിനെ ഡോർക്കിയും ഫിനിഷ് ആക്കുന്നു. 2 പ്ലേയേഴ്സ് TVക്ക് അവിടെ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. നല്ലൊരു കളി ഫ്രം TVA. ആൻഡ് TVA വേഴ്സസ് BNB നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഓൾറെഡി ഫൈറ്റ് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. 15 കില്ലോട് കൂടി Z30 ലോബിയിൽ നിന്ന് പോകുന്നു. ഈസി വിത്ത് 10 കില്ല്. 40G വിത്ത് 5 ആൻഡ് TVA വിത്ത് 5 ആണ് കറന്റ് ഉള്ളത്. നമുക്ക് നോക്കാം. TVക്ക് 2 പ്ലേയേഴ്സ് നഷ്ടമായിരിക്കുന്നു. അവിടെ
Z30 സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് എന്ന് പറയണം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇനി ഈസിക്ക് എത്ര ഈസിക്ക് ഇനി 4 1 2 3 5 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഫുൾ സ്ക്വാഡ് എന്ന് പറയാൻ അത് BNV ആണ്. BNVക്ക് മാത്രമേ ഒരു 10 man അഡ്വാൻറ്റേജ് ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. 4 ടീമുകൾ. ഓക്കെ, കിൽ അപ്ഡേഷൻ നോക്കുവാണെങ്കിൽ TVA വിത്ത് 14 കില്ലും Z30 വിത്ത് 15 കില്ലുമാണ് കറന്റ്ലി നോക്കുന്ന. TVA അലൈവ് ആണ്. ഈസി 10 കില്ലാണ് കറന്റ്ലി ഉള്ളത്. നമുക്ക് നോക്കാം. 14 കില്ലിലേക്ക് എത്തിയിരിക്കുന്നു TVA. CID ഫിനിഷ് ചെയ്തത്. 40G ആണ് അവിടെ CID ഫിനിഷ് ഓഫ് ആക്കി വിട്ടത്. CIDയും അതുപോലെ തന്നെ 0 കില്ലോട് കൂടി പോകുന്നുണ്ട്. ആൻഡ് DW ക്രൈസി പോയി. 4 ടീം മാത്രം ബാക്കി. 4 ടീമും 26 പ്ലേയേഴ്സുമാണ്. കറന്റ്ലി ഒരു 10 vs 7 vs 3 vs 5 ആണ്. ഇവിടെ ഇപ്പോ നമുക്ക് സോൺ ക്ലോസിംഗ് 8 സെക്കൻഡിലാണ്. അടുത്ത സോൺ ആർക്കാണ് അഡ്വാൻറ്റേജ് ആവുന്നതെന്ന് പറഞ്ഞാൽ അറിയാം. ഓ, ഈ ഒരു സോൺ നമുക്ക് ഇപ്പൊ തന്നെ ക്ലോസ് ആവുന്നതായിരിക്കും. അടുത്തൊരു സോൺ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആർക്കും തന്നെ ഇല്ലാത്തൊരു സോൺ എന്ന് പറയണം. ഒരാൾക്ക് പോലും സോൺ അഡ്വാൻറ്റേജ് ഇല്ല. എല്ലാവർക്കും സോണിലേക്ക് പോകണം. ഷേക്സ്പിയറിന് നല്ല അടി കിട്ടുന്നുണ്ട്. ഷേക്സ്പിയർ നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഷേക്സ്പിയർ നോക്കായിട്ടുള്ള 1 HP സർവൈവ് ചെയ്യുന്നു. ഷേക്സ്പിയർ നോക്കായിട്ടില്ല. അവിടെ നല്ലൊരു ടാഗ് ഫ്രം TVA വേഴ്സസ് VNV. ഒരു സോൺ റൊട്ടേഷൻ വന്നതുകൊണ്ട് തന്നെ VNV അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യും. TVക്കും രണ്ടുപേർക്കും തിരിച്ച് സോണിലേക്ക് കയറാൻ ഒരു അവസരമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഒരു 4 ടീമും 26 പ്ലേയേഴ്സും ഉള്ള ഒരു ഫൈനൽ സർക്കിളിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. ആൻഡ് സോൺ ക്ലോസിംഗ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങോട്ട് പോകുമെന്ന്. നോക്കിയ BNV ഇവിടെ സോണിലേക്ക് അപ്രോച്ച് ചെയ്ത് കയറുന്നുണ്ട്. ആൻഡ് TVയും സോണിലേക്ക് 8 പ്ലേയേഴ്സ് ആയിട്ടാണ് TV കളിക്കുന്നത്. 7 പ്ലേയേഴ്സ് ആയിട്ടാണ് TV കളിക്കുന്നതെന്ന് തോന്നുന്നു. 7 അല്ലേ? 8 പ്ലേയേഴ്സ് ആണ്. 8 പ്ലേയേഴ്സ് ആയിട്ടാണ് TV കളിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ Z30ക്ക് ഒരു പൊസിഷൻ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിരുന്നു ഇത്രയും കില്ല് സ്കോർ ചെയ്തത് കൊണ്ട് തന്നെ. പക്ഷെ ഫൈറ്റ് എടുത്ത് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ഈസി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഒരു അത്യാവശ്യ കോള് ആരാണ്? എക്സലിനെ ആൻഡ് VNV നോക്കുകയാണെങ്കിൽ സേഫ് ആയിട്ട് സോണിലേക്ക് കയറിയിട്ടുണ്ട്. And here we go, the final circle ലേക്ക് കടക്കുന്നു കളി ഗെയിം പ്ലേ. ഇവിടെ പ്ലേയേഴ്സ് എല്ലാം ലേറ്റ് ആയിട്ട് KBZന്റെ പ്ലേയേഴ്സിന് ലേറ്റ് ആയിട്ട് സോണിലേക്ക് കയറാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ബാക്കി 3 ടീമും സോണിനകത്തേക്ക് കയറിയിട്ടുണ്ട്. 45 സെക്കൻഡ് മാൻ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഈസി ഉറപ്പായിട്ടും ഒരു VNV വേഴ്സസ് TVA ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഒരു ഫൈറ്റില് തേർഡ് പാർട്ടി അടിക്കാനായിരിക്കും ഈസിയുടെ പ്ലാൻ. എന്തായാലും നമുക്ക് നോക്കാം. TVയുടെ ഈ ഒരു ഫുൾ റൊട്ടേഷൻ ഇതുവരെയും VNVക്ക് ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം TV ഓൾറെഡി VNVയുടെ പുറകിലെത്തി. അവരിപ്പോഴും ഫ്രണ്ടിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റിംഗ്. TVA again. VNV നല്ല സെൻസിബിൾ ആയിട്ട് കളിക്കുന്നു എന്ന് തന്നെ പറയണം. സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം VNV. പക്കുവിനെ ഗേൾഫ്രണ്ട് വിളിക്കുവാണെന്ന് ചാറ്റിൽ കുറെ പേര് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. പക്കു ഗേൾഫ്രണ്ട് ആയിട്ട് സംസാരിക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിലേ വന്നത്. ഇപ്പോഴും ഡിലേ ആണ്. പക്കു നോക്കുന്നില്ല. കോൾ കട്ട് ചെയ്തിരിക്കുന്നു. ഗേൾഫ്രണ്ട് കോൾ കട്ട് ചെയ്തിട്ടുണ്ട് പക്കുവിന്റെ. ഗേൾഫ്രണ്ട് ഇല്ല. പക്കു സിംഗിൾ ആണെന്നാണ് പറയുന്നത്. 20,000 മാമന്റെ കോളാന്നാ പറഞ്ഞത്. പക്കു സിംഗിൾ ആണെന്നാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഓ ഈസി വേഴ്സസ് TVA ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 7v5 അല്ല 8v5 എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഈസിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈസി വേഴ്സസ് TVA നടക്കാനുള്ള ചാൻസ് കണ്ടിട്ടുണ്ടോ TVയിലെ പ്ലേയേഴ്സ്? മോസ്റ്റ്ലി ഈസി ആയിരിക്കും ആദ്യം സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. TVയെ കണ്ടെന്ന് തോന്നുന്നു. TV കണ്ടു. കണ്ടിരിക്കുന്നു. TVയെ കണ്ടു. ടാഗ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ.
ഓ ഈസിക്ക് 6 പ്ലെയർ ഉണ്ടോ? ഓ ബാബായ് അവിടെ നോക്കാക്കിയിട്ടുണ്ട്. അടിച്ച് നോക്കാക്കുന്നു ബാബയെ. പക്ഷെ ഇൻസ്റ്റന്റ്ലി ക്വാർട്ടർ അവിടെ ബാബയെ ഫിനിഷ് ഓഫ് ആക്കാനുള്ള വസ്ത്രയിൽ മോക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈസി വേഴ്സസ് CVA നടക്കുന്നു. ആൻഡ് ഇറ്റാച്ചി അവിടെ ഹോൾഡ് ചെയ്ത് നിപ്പുണ്ട്, ഗേറ്റ് കീപ്പ് ചെയ്ത് നിപ്പുണ്ട്. VNV മേളിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട് മലയിലേക്ക്. ആൻഡ് അടുത്ത സോണിലേക്ക് അടുത്ത സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഇറ്റാച്ചി ആ കോർണർ തന്നെ ഗേറ്റ് കീപ്പ് ചെയ്ത് കളിക്കുകയാണ്. ആൻഡ് ഈ ഒരു റൊട്ടേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിനെ ഞെട്ടിച്ച ബ്ലൈൻഡ് സൈക്കോയെക്കാളും വലിയ റൊട്ടേഷൻ. ഇവിടെ നിന്ന് KB സ്റ്റഡ് സോൺ ഔട്ടിൽ കൂടെ ബോട്ട് എടുത്ത് നീന്തി കറങ്ങി ഇപ്പുറത്ത് വരാനുള്ള പ്ലാൻ. അതെവിടെ നടക്കുന്നത്? നോക്കട്ടെ. TVA സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TVA വേഴ്സസ് VNV. ഒരു 10v8 ഫൈറ്റിലേക്ക് TVA വേഴ്സസ് VNV പോകുമോ? നമുക്ക് നോക്കാം. കറന്റ് സോണിനകത്തുള്ള രണ്ട് ടീമാണ് VNV ആൻഡ് TVA. ആൻഡ് ഈസി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് TVA ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്. ഓ ഈസി തിരിച്ചതേ KB സ്റ്റഡ് ഇങ്ങോട്ട് വരുന്നു. KB സ്റ്റഡും ഈ ഈസിയുമാണ് പ്ലെയർ ഡിസഡ്വാൻറ്റേജ് ഉള്ള ടീം എന്ന് പറയണത്. ആൻഡ് അവര് കണ്ടുമുട്ടിയിട്ടുണ്ട് ഈസിയും KB സ്റ്റഡും. ഓ റൊട്ടേഷനുകളൊക്കെ നടക്കുന്നു. KB സ്റ്റഡ് ഇവിടെ നിന്ന് ആരെയോ അടിക്കുന്നു. KB സ്റ്റഡ് വേഴ്സസ് ഈസി അയക്കുന്നു. ഈസി നട്ടാമിക്ക് ടാഗ് കിട്ടുന്നു. KB സ്റ്റഡ് വേഴ്സസ് ഈസി. ഈസി പൊസിഷൻ പോയിന്റ് ആണ് അവര് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം സേഫ് ആയിട്ടൊരു ഗെയിം പ്ലേ ആണ് അവർ നോക്കുന്നത്. പക്ഷെ അവർക്ക് സോണിൽ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ കാണണം നമുക്ക്. ഇതിപ്പോ സോൺ ക്ലോസ് ആവും. ഈസി വന്ന് കയറുന്നത് നേരെ DWയുടെ അടുത്തേക്കായിരിക്കും. KB സ്റ്റഡ് റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഈസിയുടെ പുറകിൽ കൂടെ ഒരു റൊട്ടേഷൻ എടുക്കുന്നു അവര്. ഈസി ക്വാർട്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഒരു മരമായിരിക്കുന്നു ഓൾറെഡി ഇവിടെ. സോൺ ഉള്ള കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ല. സോൺ കുറഞ്ഞോണ്ടിരിക്കുന്ന ആൾ അറിഞ്ഞിട്ടില്ല. മരമായി. KB സ്റ്റഡും ഈസിയും കയറി ചെല്ലുന്ന TVയുടെ അടുത്തേക്കാണോ? നമുക്ക് നോക്കാം. നീല് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നീൽ അവിടെ KB സ്റ്റഡിനെ സ്പോട്ട് ചെയ്യുന്നു. KB സ്റ്റഡ് വേഴ്സസ് നീല് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ക്രിസ് മെലോയ്ക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. നീലിനെ നോക്ക് കിട്ടുമോ നോക്കാം. നീല് ഇല്ല. ഈസി നട്ടാമിയാണ് ആ ഒരു നോക്ക് എടുത്തിട്ടുള്ളത്. കില്ല് സെക്യൂർ ചെയ്യാൻ ഇറ്റാച്ചി പക്ഷെ കില്ല് സെക്യൂർ ചെയ്തു. തലക്ക് തന്നെ അടി കിട്ടുന്നു. പക്ഷെ ഈസി നട്ടാമി ആ കില്ല് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈസി നട്ടാമി ആ കില്ല് തിരിച്ച് അവിടെ നിന്ന് സ്റ്റീൽ ചെയ്യുന്നു. ഞങ്ങളെ കില്ല് നിങ്ങൾ സ്റ്റീൽ ചെയ്തെങ്കിൽ നിങ്ങളെ കില്ല് നമ്മൾ സ്റ്റീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. TVക്ക് VNVയുടെ സൈഡിൽ നിന്ന് ഒരു ബാക്ക് സ്റ്റാബ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നട്ടാമി സോൺ ഔട്ട് ഹീൽ ബാറ്റിൽ നിന്നൊരു സാധനം പോസിബിൾ അല്ല ബ്രോ. ഇതിനകത്ത് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അടുത്ത സോൺ നോക്കുവാണെങ്കിൽ TVക്ക് ഫേവറബിൾ ആയിട്ടൊരു സോൺ വന്നിരിക്കുന്നു. TVA ഇൻസൈഡ് ദ സോൺ. TVയുടെ ബാക്കി പ്ലേയേഴ്സ് സോണിലേക്ക് പോകുന്നു. VNVയെ ഗേറ്റ് കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഈസി സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ഗെറ്റിംഗ് സം പൊസിഷൻ പോയിന്റ് ഫോർ ദ ടീം. ഒരു നല്ലൊരു പൊസിഷൻ റൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. TVയെ ഫുള്ളി കവർ ചെയ്ത് അവരെ സോണിലേക്ക് വരാത്ത രീതിയിൽ കവർ ചെയ്യുകയാണ്. ഒരു 7v10 ഒരു 8v10v 4 ടീം ഉണ്ടല്ലോ ഇപ്പോഴും. 4v1 ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ടീം ഇപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. KB സ്റ്റഡ് ദ ടീം ഓഫ് റൊട്ടേഷൻ. ഈസി നട്ടാമിക്ക് കേറാൻ പറ്റുമോ? നട്ടാമിക്ക് സോണിൽ കേറാനുള്ള ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ചാൻസിൽ കേറിയിരിക്കുന്നു. നമ്മള് പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നട്ടാമി പറയുന്നു. നോട്ട് ടുഡേ ബ്രോ, പോസിബിൾ ആണ്. ആര് പറഞ്ഞു പോസിബിൾ അല്ല? എന്നാണ് പറഞ്ഞിരിക്കുന്നത് നട്ടാമി. KB സ്റ്റഡിന്റെ സൈമൺ, ദ മാൻ ഓഫ് റൊട്ടേഷൻ.
സൈമണ് സ്റ്റീവ് അസ്രയേൽ കണ്ടു. Don't do that, bro. Don't do that. ഓ സോൺ അവന്റെ ഒരുപാട് സ്റ്റീവ് സ്പോട്ട് ചെയ്തു. സ്റ്റീവ് സ്റ്റീവ് എടുക്കുന്നു. KB സ്റ്ററിന്റെ കില്ല് സ്റ്റീവ് സെക്യൂർ ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ 16 കില്ലോട് കൂടി 17 കില്ലോട് കൂടി TVA ടോപ്പ് ഓഫ് ദ ഫ്രാഗിൽ വന്നിരിക്കുന്നു. VNV ഒരു റൊട്ടേഷന് ട്രൈ ചെയ്യുവാണ്. അവർ കുറച്ചുകൂടെ സേഫ് ആയിട്ട് സോണിലേക്കാണ്. ഓ സോണിലെ ഈസിയിലെ 3 പ്ലേയേഴ്സും നോക്കായിരിക്കുന്നു. ആ കില്ല് സെക്യൂർ ചെയ്യാൻ TV പ്ലേയേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈസി എല്ലാരും സോണിൽ തന്നെ വൈപ്പായി. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ. ജൂണിനെ അവിടെ ഡെസ്ട്രോ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ജൂൺ അവിടെ നോക്കാവുന്നു. ജൂണിനെ സോൺ ഔട്ടിലാണോ? ഓ VNV കൈമി. സ്റ്റീവ് അസ്രയേൽ നോക്കിടുന്നു. നീലൊരു നോക്കിടുന്നു. സ്റ്റീവ് അസ്രയേലിന്റെ അടുത്തോട്ട് ഇവിടെ പുഷ് ചെയ്ത് വരുന്നു. വില്ലു ഒരു നോക്കിടുന്നു. ഡെസ്ട്രോ നോക്കിടുന്നു. തീപ്പരി നോക്കിടുന്നു. വില്ലു പ്രൊഫസർ അടുത്തൊരു നോക്കിടുന്നു. തീപ്പരി അടുത്തൊരു ഡെസ്ട്രോ നോക്കിടുന്നു. VNV തീപ്പരി ഡെസ്ട്രോയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ആൻഡ് സാവേജ് ഇവിടെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് നീൽ അടുത്തൊരു നോക്കിടുന്നു. VNV തീപ്പരി സ്റ്റീവ് അസ്രയേലിനെ നോക്കിടുന്നു. VNV രമണൻ അടുത്തൊരു നോക്കിടുന്നു. സാവേജ് അവിടെ നോക്കാവുന്നു. നീല് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. നീൽ അടുത്തൊരു നോക്കിടുന്നു. 4 നോക്കിടുന്നു. നീൽ അവിടെ സ്നൈപ്പർ നോക്കിടുന്നു. സ്നൈപ്പ് വില്ലു പ്രൊഫസർ അടുത്തൊരു നീല കണ്ടൊരു നോക്കിടുന്നു. VNV പെയിൻ അവിടെ നീലിനെ നോക്കായി. നീൽ അവിടെ നോക്കായി. ആൻഡ് ഇറ്റാച്ചി അടുത്തൊരു നോക്കിടുന്നു. ഇറ്റാച്ചി നോക്കിടുന്നു. ഒരാള് മാത്രമാണോ? 1v5 ആണോ? 1v6 ആണെന്ന് തോന്നുന്നു. 1v5 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു പ്ലെയറിനെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. VNVക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. സാവേജിനെ അവിടെ റെസ് ചെയ്തിട്ടില്ല. VNVയിലെ ഒരു പ്ലെയർ മാത്രം മരമായിട്ടിരിക്കുകയാണ്. ആൻഡ് ഹിയർ വി ഗോ. TVയുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആക്ഷൻ ആണ് TVയുടെ സൈഡിൽ നിന്ന്. 27 കില്ലോടുകൂടി TVയെ #1 അടിച്ചിരിക്കുന്നു. ആൻഡ് ഹിയർ വി ഗോ. 37 പോയിന്റ് ആണ് TVS സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് എന്റെ ലോബി ബഗ്ഗായെന്ന് തോന്നട്ടെ. എന്റെ സ്പെക്ക് ബഗ്ഗായി. എന്റെ സ്പെക്കും ബഗ്ഗായി. എന്റെ ലോബിയിലോട്ട് ഒന്ന് വലിക്കോ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ TVA #1 വിത്ത് 27 കില്ലോട് കൂടി 37 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ #6 ആണ് 15 കില്ലോട് കൂടി 17 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് EC നോക്കുകയാണെങ്കിൽ #3 ആണ് 11 പോയിന്റോട് കൂടി 16 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. BNB നോക്കുകയാണെങ്കിൽ #2 ആണ് 5 കില്ലോട് കൂടി 11 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. 4TG നോക്കുകയാണെങ്കിൽ #5 ആണ് 5 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. KB നോക്കുകയാണെങ്കിൽ #4 ആണ് 3 പോയിന്റോട് കൂടി 3 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. റാം നോക്കുകയാണെങ്കിൽ #8 ആണ് 3 കില്ലോട് കൂടി 4 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. CID നോക്കുകയാണെങ്കിൽ #7 ആണ് 0 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഹിയർ വി ഗോ ദ പ്ലെയർ സ്റ്റാറ്റ്. ഞാൻ വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ടോപ്പ് ഓഫ് ദ കില്ല് എടുത്തിരിക്കുന്നത് TVS സ്നൈപ്പ് ആണ് വിത്ത് 5 കില്ലാണ്. നീലകണ്ഠൻ എടുത്തിരിക്കുന്നത് 4 കില്ലാണ്. EC നട്ടാമി 4 കില്ല്. ഒഡീസി Z30 ഒഡീസി എടുത്തിരിക്കുന്നത് 3 കില്ലാണ്. TVA നീൽ എടുത്തിരിക്കുന്നത് 3 കില്ലാണ്. Z30 ഡെവിൻ എടുത്തിരിക്കുന്നത് 3 കില്ലാണ്. TVS സാവേജ് വിത്ത് 3 kills and TVA ഇറ്റാച്ചി വിത്ത് 3 kills and TVA സ്റ്റീവ് അസ്രയേൽ വിത്ത് 3 kills and TVA വില്ലു പ്രൊഫസർ വിത്ത് 3 kills and EC കോട്ടർ വിത്ത് 3 kills. സോ ഇതാണ് മാച്ച് നമ്പർ 2 കഴിഞ്ഞപ്പോൾ ഉള്ള ഡേറ്റ എന്ന് പറയുന്നത്. നമുക്ക് സൈറ്റ് വന്നിട്ടുണ്ട്. TVയുടെ ഒരു പ്ലെയറിനെ നമുക്ക് VCയിലോട്ട് വിളിക്കാം. സോ ഫസ്റ്റ് കളി വഴുതി പോയത് തിരിച്ചു മുറുക്കെ പിടിച്ച് വലിച്ചകത്തോട്ടിട്ടിരിക്കുകയാണ്. നമുക്ക് TVയുടെ ഒരു പ്ലെയറിനെ ഒന്ന് കൊണ്ടുവരണം. TVയുടെ ഒരു പ്ലെയറിനെ പ്ലീസ് കൊണ്ടുവരണം. സൈറ്റ് വന്നിട്ടുണ്ട് ബ്രോ. ഓക്കെ. ഒരു രക്ഷയില്ലാത്ത കളി. തൊണ്ട പോയി, ഒരാളെ തൊണ്ട വീണ്ടും പോയി. യെസ്, ഈ കളി തുടങ്ങുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സൗണ്ട് ഒക്കെ ഒന്ന് തിരിച്ചു പിടിച്ച് വരുമായിരുന്നു. തീർന്നപ്പോ അത് പോയി. നീലം വന്നിട്ടുണ്ട്. സോ നീലൻ ബ്രോ, വെൽക്കം ടു ദ കാസ്റ്റിംഗ് ഏരിയ. അപ്പൊ ബ്രോ 2 വാക്ക് സംസാരിക്കണേ മാച്ചിനെ പറ്റി. മാച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയാ ഹോൾഡ് ചെയ്ത് എന്താ പറയാ പൊസിഷന് വേണ്ടിയാണ് കളിക്കുന്നത് എല്ലാവരും. ഇപ്പം ഭയങ്കര അഗ്രസീവ് ആയിട്ടൊന്നും അല്ല എല്ലാവരും കളിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് നല്ലൊരു ലോബി, എസ്പെഷ്യലി EC നല്ലോണം കളിച്ചു. കാരണം ഞങ്ങൾക്ക് ആ 4 പോയിന്റ്സ് അവര് എന്താ പറയാ സോൺ എഡ്ജില് അവരത് ഇത് ചെയ്തു. ഒരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. അവനോട് വരുന്നുണ്ട് വോൾട്ടിനെ ഞാൻ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്ലാൻ? അഗ്രസീവ് ആയിട്ട് കളിക്കുകയാണോ അതോ എങ്ങനെയായിരുന്നു ആ ഒരു? നമ്മൾ അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ലോബി എല്ലാരും വെച്ചാൽ
മല ഇതിനെതിരെ ഞാൻ പറഞ്ഞില്ല, ഇത് മെറ്റ് വേറെ, അപ്പം കാറൊക്കെ ഒന്നും ഇല്ല, അപ്പം ഒരു മല അങ്ങനെ ഓടിച്ചാടി കയറാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു ലോബി. കൊള്ളാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ, ദീലൻ ബ്രോ. താങ്ക് യു. ഒരു ക്ലാപ്പ്. ഒരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക്. അപ്പോൾ മാച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഉടൻ തന്നെ നമ്മുടെ 2 മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓവറോൾ സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 1ന്റെ ഓവറോൾ സ്റ്റാൻഡിങ് എന്ന് പറയണത് TVA വിത്ത് 54 പോയിന്റ് വിത്ത് 38 കില്ലാണ് 54 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. #1 ആയിട്ട് TVA വന്നിരിക്കുന്നു. ആൻഡ് EC നോക്കുവാണെങ്കിൽ 2 സ്ഥാനത്തുണ്ട് വിത്ത് 30 കിലോട് കൂടി 45 പോയിന്റ്. Z30 നോക്കുവാണെങ്കിൽ 3-ാം സ്ഥാനത്തുണ്ട് 21 കിലോട് കൂടി 25 പോയിന്റ്. ഇവിടെ KBZനും നല്ലൊരു ചാൻസ് ഉണ്ട്. അതുപോലെ 4TGക്കും സ്റ്റിൽ കംബാക്ക് അടിക്കാനും BNVക്കും സ്റ്റിൽ 3-ാം സ്ഥാനത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Z30യുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ആൻഡ് മറ്റൊരു ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ S4ൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു മാച്ച് കഴിഞ്ഞപ്പം RSH7 32 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. വള്ളി ടീംസ് 16 മാസ് 15 സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കാം ഏതൊക്കെ ലൈനപ്പ് ഇതാവും. ആൻഡ് നമുക്ക് ഓൾ ഓവർ ദ ടൂർണമെന്റിൽ നമുക്ക് പ്ലെയർ ഏറ്റവും കൂടുതൽ കില്ലെടുത്തേക്കുന്നത് നോക്കാം. പ്ലേയേഴ്സ് സ്റ്റിൽ മെസ്ബോയ് തന്നെയാണ് ടോപ്പ് ഓഫ് ദ MVP ലിസ്റ്റിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. TVയുടെ 3 പ്ലേയേഴ്സ്, മെസ്ബോയ് വിത്ത് 21, ഏബൽ വിത്ത് 20, അലക്സ് വിത്ത് 20 ആണ് കറന്റ്. വില്ലുവിന്റെ കില്ല് അപ്ഡേറ്റ് ആയിട്ടില്ല. ആണല്ലേ, വില്ലുവിന്റെ 4 കില്ല് മൊത്തത്തിൽ കയറാണ്. അപ്പൊ വില്ലു ടോപ്പ് ആയിരിക്കും. 21 വില്ലു ആയിരിക്കും 1-ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല, അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. നമുക്ക് മാച്ച് കഴിയുമ്പോഴത്തേക്കിന് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു മാച്ച്, അടുത്ത ഗ്രൂപ്പ് നമ്പർ 2ന്റെ അടുത്ത മാച്ച് മാഫിയ മാസ് ഉഷ്ണമൂല DLX RSH7X DLX BNV വള്ളി ടീംസ് നോട്ടിക് എക്സ് ആൻഡ് RB7 അടങ്ങുന്ന അടുത്ത ഗ്രൂപ്പിലെ മാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സോ ലോബി ക്രിയേറ്റ് ചെയ്തിട്ട് ടൈം അനൗൺസ് ചെയ്യോ? ലോബി ക്രിയേറ്റ്